എനിക്ക് വീണ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ഇവിടെ നമ്മളൊക്കെ ഏകദേശം തടിയിൽ കോൺഷ്യസ് അല്ലല്ലേ? അല്ലല്ലല്ല പ്രോത്സാഹിപ്പിക്കൂ പ്ലീസ്. എന്താ ഡയറ്റ് ചെയ്തിട്ട് ഞാൻ വണ്ണമൊന്നും കുറച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതുവരെ എന്റെ ലൈഫിൽ വണ്ണം കുറഞ്ഞിട്ടുമില്ല. അതിനായിട്ട് പരിശ്രമിച്ചില്ല. ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും ഒരു ഈ എന്താ പറയുക ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവരുടെ ഒരു 15-30 ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് 10 കിലോ കുറച്ചു. വെരി ഗുഡ്. ഭയങ്കര രസമായിരുന്നു എന്നെ കാണാൻ. എനിക്ക് എന്നോട് നേരത്തെ എത്രയായിരുന്നു വീണ? കിലോ പറയില്ല, എനിക്ക് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. അന്ന് ഞാനത് 72 73 ആയിരുന്നു സ്റ്റാർട്ടിങ്ങില്. അത് ഞാൻ മെലിഞ്ഞപ്പോ 60 സംതിങ് വന്നു. അത്രയും നല്ല ക്ഷീണിച്ചു, ഭയങ്കര മെലിഞ്ഞു. ഞാൻ എന്നെ വേറൊരാളെ പോലെ ആയി ഞാൻ സത്യമായിട്ടും. എന്നുവെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, അതിന്റെ ഡബിളായി. എന്താ വെച്ചാല് 83 വയസ്സ്. തമാശല്ലേ പറഞ്ഞത്, സീരിയസ് ആയിട്ട്. അപ്പൊ മെലിയരുത്. അതെ, പതുക്കെ പോകുന്ന അങ്ങ് പോട്ടെ. നമ്മൾ എന്നത്തിന് ചുമ്മാ പതുക്കെ പോകുന്ന ഫീൽഡിൽ നിന്ന് ഔട്ടായി പോട്ടെ. അയ്യോ ഉദ്ദേശിച്ചില്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ക്ഷീണിക്കുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ ആവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബീങ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ തന്റെ ഇപ്പൊ വണ്ണം ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് പോകുന്നുണ്ടോ? ആണോ? എനിക്ക് ഇത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളതാ, ഫൈനലിലാണ് വീണയ്ക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് അതൊരു ഇഷ്യൂ വന്നു. ഈവൻ വെൽക്കം ടു സെൻട്രൽ ജയില് സിനിമയില് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ആ ടീമിലുണ്ടായിരുന്ന അവരുടെ ഒരു സ്ക്രിപ്റ്റിലും എല്ലാത്തിലും ഇരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഡയറക്ഷൻ സൈഡിലും ഒക്കെ. അതിനകത്ത് 1-2 പേര് പറഞ്ഞു, അതെ ആ കൊച്ചിന് ഭയങ്കര വണ്ണവാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി പി നായർ പറഞ്ഞു, ഓ അത്രയ്ക്ക് വണ്ണമൊന്നുമില്ല, ഈ ക്യാരക്ടറിന് കുട്ടി ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഞാൻ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അത് ഡേറ്റ് എല്ലാം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയുന്നത് ഞാൻ 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അത് കേട്ടപ്പോൾ അതോടുകൂടി അവർക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷെ അവര് ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് 5-ാം മാസം വരെ ഞാൻ അഭിനയിച്ചു. 5-ാം മാസത്തിലും വയറ് അറിയുമല്ലായിരുന്നു അന്നേരം. വീണ്ടും വണ്ണം വെച്ചെന്നല്ലേ പറയുള്ളൂ. വണ്ണമുള്ളവർക്ക് ഒരു ഗുണം അങ്ങനെയുണ്ട്. നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് കിടപ്പുള്ളതുകൊണ്ട്. പക്ഷെ അവള് കൊണ്ട് വീണ്ടും കയറി തടി വെച്ചു. നമ്മള് ഗർഭിണിയാണെന്ന് ആരും പറഞ്ഞില്ല. സത്യം, അത് മറക്കാനൊത്തു. 8-ാം മാസമായപ്പോഴാണ് വയറ് വെളി വന്നത്. 8-ല്. ഓക്കെ. അപ്പൊ ഈ അത് അതിന് 5-ാം മാസം ശേഷം പിന്നെ അഭിനയിച്ചില്ല? 6-ാം മാസം UK ട്രിപ്പ് പോയി. മിടിക്ക്. സാധാരണ ഗതിയിൽ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ അമ്മച്ചിമാരൊക്കെ പറയും, മോളെ നീ അത് അവല്ല ട്രാവൽ ചെയ്യല് അതായതാന്നൊക്കെ പറയും. ഇതെല്ലാം തെറ്റിച്ചേച്ച് കൊച്ചു UK വരെ പോയി. UK ട്രിപ്പിന് 7-ാം മാസത്തില് ഇവിടെ ട്രിപ്പിന് പോയത്, ഖത്തറിലോ ദുബായിലോ ട്രിപ്പിന് പോയി. 7-ാം മാസത്തിലോ? 7-ാം മാസത്തിൽ ഫ്ലൈറ്റ് കയറ്റിയല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്ന കേട്ടോ. വയറ് കാണുമ്പോ എനിക്ക് വയറില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ. വണ്ണമല്ലേ, വയറല്ലല്ലോ, വണ്ണമല്ലേ. നമ്മളെ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. എന്നിട്ടും ഹസ്ബൻഡിന്റെ അടുത്ത് അതിനിടയ്ക്ക് പോയിരുന്നു. അപ്പം തിരിച്ചു വന്ന സമയത്ത് ഞാൻ ലെറ്റർ ഓൾറെഡി കയ്യിൽ വെച്ചിരുന്നു. കാരണം ചിലപ്പോൾ ചോദിക്കുമെന്ന് പറഞ്ഞു. പണിയായി കഴിഞ്ഞാൽ തിരിച്ചിവിടെ നാട്ടിലെത്തണ്ടേ. പിന്നെ അപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ട്. ഇങ്ങനെയുള്ള ഇതിലത് പറയാമെന്ന് എനിക്കറിയില്ല. പ്രസവ സമയത്ത് 5 മണിക്കൂറുണ്ടാണ് ഞാൻ പ്രസവിച്ചത്. പെയിൻ എനിക്ക് 5 മണിക്കൂർ എടുത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ എന്നാ പറയുന്നത്, ഇങ്ങനെ കുറ്റിച്ചൂല് കൊടുക്കുന്നൊക്കെയാ പറയുന്നത് അല്ലെ, നിറവയറോടുകൂടി തന്നെ അത് തൂക്കണം എന്നൊക്കെ എന്റെ അമ്മായിയമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മായിയമ്മ ഇതുവരെ എന്റെ ചൂല് തന്നില്ല. നല്ല കാര്യം. അമ്മായിയമ്മയ്ക്ക് പേടിയുണ്ട് തിരിച്ചടിക്കുമെന്ന്. സോറി കേട്ടോ, ചുമ്മാ കേട്ടോ. പോട്ടെ. വീണ, താൻ ചിരിക്കുമ്പോഴേ ശരിക്കും ഒരു ഖുഷ്ബു വന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഭയങ്കരമായിട്ട് എനിക്കങ്ങ് എല്ലാവരെയും കൂടെ ഞാൻ എന്ത് ചെയ്യും? ഇനി അതുകൂടെ ഉണ്ടായിരുന്നുള്ള ഒരു പേര് എനിക്ക് ആരുമായിട്ടാണ് റിസംബ്ലൻസ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഖുഷ്ബു വന്നോ? അപ്പൊ വണ്ണം വെച്ചോണ്ടാ ഖുഷ്ബു. ഇച്ചിരി മെലിഞ്ഞിരുന്ന സമയത്ത്, ഇത് ലാസ്റ്റ് കേൾക്കുമ്പോ ഞെട്ടും കേട്ടോണേ, ഇച്ചിരി മെലിഞ്ഞിരുന്ന സമയത്ത് കാവ്യമാധവനായിട്ട് എന്തോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഞാൻ ഇടയ്ക്ക് രണ്ടും വണ്ണം ഇച്ചിരി കൂടി മഞ്ജു ചേച്ചിയായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു. മെലിഞ്ഞിരുന്ന സമയത്ത് ആണ് ചേച്ചിയായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു. വീണ, ഒരു കാര്യം ഞാൻ പറയട്ടെ, താൻ ഇങ്ങനെ വർത്താനം പറയുമ്പോഴേ ഓൾവേസ് താൻ പോസിറ്റീവ് ആയിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, എപ്പോഴും ഹ്യൂമർ വർക്ക് ചെയ്യാൻ തനിക്ക് തോന്നുന്നത്. ബേസിക് ക്യാരക്ടർ താൻ ഇങ്ങനെയാണോ? ഞാൻ മുത്ത സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാ. ചിലപ്പോ അത് കോട്ടയംകാരികൾക്ക് ഉള്ളതല്ലതാ. എപ്പോഴും ഇങ്ങനെ എന്റെ വീട്ടില് അമ്മ സംസാരിക്കും, അച്ഛനൊക്കെ അത്യാവശ്യം. അമ്മ അത്രയും സംസാരിക്കില്ല, അച്ഛൻ നന്നായി സംസാരിക്കും, ബ്രദർ അധികം സംസാരിക്കില്ല. ഞാനാണ് വീട്ടിലെ റേഡിയോ നന്നായിട്ട്. അമ്മ പറയും ഒരുപാട്, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ പൊന്നു വീണ നീ ഒന്ന് നിർത്തും, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു കേട്ടിട്ടെന്ന്.
സത്യമായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചിറ്റ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ചലപ്പറ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് മോള് നന്നായില്ല. എന്നെ ചെയ്യാൻ പറ്റുമോ? കോട്ടയംകാരായി പോയില്ലേ. കോട്ടയംകാര് നന്നാവുന്ന ആൾക്കാരല്ലേ? കോട്ടയംകാർ നന്നായി സംസാരിക്കുന്നവരാണ്. കോട്ടയംകാരെ തൃശ്ശൂർ ഭാഷയൊക്കെ പറയുന്ന കേൾക്കാൻ നല്ല രസമാണ്. ഇയാളൊരു ക്യാരക്ടർ അങ്ങനെ ചെയ്തില്ലേ, അതൊന്ന് പറഞ്ഞേ. ചന്ദ്രേട്ടൻ ഇവിടെയല്ലാണ് അതിനകത്ത് ഇങ്ങനെ പശുവിനെ കറന്നാൽ പശു പീഡനത്തിന് കേസ് കൊടുക്കും എന്നാണ് എൻ്റെ ഡയലോഗ്. അത് എനിക്ക് അങ്ങനെ അത് ശരിക്കും ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണല്ലോ സ്ക്രിപ്റ്റിൽ. ഇങ്ങനെ പശുവിനെ കറന്നാൽ പശു പീഡനത്തിന് കേസ് കൊടുക്കൂട്ട, ഇതാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചു ഇങ്ങനെ, ഞാൻ പല രീതിയിൽ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു ടേക്കായപ്പം, ജനേട്ടാ ഇങ്ങനെ പശുവിനെ കറന്നാല് പശു പീഡനത്തിന് കേസ് കൊടുക്കൂട്ടോ. എന്ത് ജനേട്ടാ ഇത്? ഇങ്ങനെ ഇതാണ് എന്നെ കൊണ്ട് മാക്സിമം പറയാവുന്ന തൃശ്ശൂർ ഭാഷ. പക്ഷെ ഇത് തൃശ്ശൂർകാർ പറയുമ്പം നല്ല ലാളിത്യമായിരിക്കും കേൾക്കാൻ. അപ്പൊ ഞാൻ പറയുന്നോണ്ടാ ഇതൊരു ഭംഗിയായിട്ട് തോന്നാത്ത. പിന്നെ എന്റെ സൗണ്ടും നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസിൽ അത് പറഞ്ഞാൽ കുറെ കൂടെ രസമായിരിക്കും കേൾക്കാൻ. നല്ല സൗണ്ടാ. തന്നോട് വരെ പറഞ്ഞു നല്ല സൗണ്ട് അങ്ങനത്തെ കൊള്ളുകയല്ലാന്ന്. അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറഞ്ഞത്.